ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ശ്രുതി വീട് വിട്ടു പോയതിൻ്റെ പ്രധാന കാരണക്കാരൻ സച്ചിയാണെന്നുള്ള മട്ടിൽ ശ്രുതി പൊട്ടിത്തെറിച്ച് സംസാരിക്കുമ്പോൾ അതിന് കൂട്ടുപിടിച്ച് നിൽക്കുകയാണ് നമ്മുടെ വർഷയും ശ്രീകാന്തും. അപ്പോൾ രേവതിക്ക് ഇത് കേൾക്കുമ്പോൾ വല്ലാണ്ട് പൊള്ളുകയാണ്. രേവതി എന്ത് ചെയ്യും, പൊട്ടിത്തെറിച്ചുകൊണ്ട് അവരോട് പറയുകയാണ്, ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടിയിട്ട് സച്ചിയേട്ടന് ജോലി ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് എന്തോരം കുറ്റപ്പെടുത്തി സംസാരിച്ചു. അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അതിനൊന്നും നിങ്ങൾക്ക് മറുപടി പറയാനുണ്ടായിരുന്നില്ലേ? ഇപ്പോൾ സച്ചിയേട്ടനെ കുറ്റപ്പെടുത്തണതേ അതത്ര ശരിയുള്ള കാര്യമൊന്നുമല്ല എന്ന് പറയുന്ന സമയത്ത് സച്ചി പറയണം, അങ്ങനെ പറഞ്ഞു കൊടുക്കുക രേവതി. സത്യം പറഞ്ഞാലേ നീ ഒരു പൂവെട്ടേണ്ട ആളല്ല, നീ ഒരു വക്കീലാവേണ്ട ആളാണ്. അവളുടെ കാലും കൈയും പിടിച്ചിട്ട് അവളെ കൊണ്ടുവരാൻ നോക്കടാന്ന് പറയുന്ന സമയത്ത് രവിയേട്ടൻ പറയണം, സച്ചി നീ അവൻ്റെ കൂടെ ചെല്ലുമെന്ന് പറയണം. അച്ഛൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാനും ചെല്ലാമെന്ന് പറയാണ്. അങ്ങനെ കൂടെ നമ്മുടെ രേവതിയും പോവാണ് കേട്ടോ. അങ്ങനെ രേവതിയും ശ്രുതിയും സച്ചിയും കൂടിയിട്ട് കാറിൽ പോവാണ്. കാറിൽ പോണ സമയത്ത് സച്ചി പറയാണ്, അവളിനി ഇവൻ്റെ ഒപ്പം ജീവിക്കുന്നത് തോന്നുന്നില്ല. അവൾ ഇവനെ വക്കീലെ വെച്ചിട്ട് ഡിവോഴ്സ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ചക്കനെ കെട്ടിയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നതാണ് തോന്നുന്നത്. അത് കേൾക്കുമ്പോൾ ശ്രുതി ആകെ ഞെട്ടുകയാണ് കേട്ടോ. ഒടുവിൽ സച്ചിയും രേവതിയും ശ്രുതിയും കൂടിയിട്ട് ശ്രുതിയുടെ വീട് കണ്ടെത്തുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ.